നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അമേരിക്കയെ എപ്പോഴും വേട്ടയാടുന്ന ഒരു വസ്തുവാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഓരോ വർഷവും അവർ നേരിടേണ്ടതും അതുവഴി കൊല്ലപ്പെടുന്നതും മരണപ്പെടുന്നതുമായ ജീവനുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ചില ശത്രു രാജ്യങ്ങൾ പറയുന്നുണ്ട്, ശത്രുക്കളോട് കാണിക്കുന്നതിൻ്റെ കൂലി കിട്ടുന്നതാണ് അമേരിക്കയ്ക്ക് ഇങ്ങനെ എന്നൊക്കെ പലരും പറയാറുണ്ട്. എന്തായാലും അമേരിക്കയുടെ കിഴക്കൻ തീരപ്രദേശങ്ങളെ വിഴുങ്ങാൻ തയ്യാറായി അതിശക്തമായ ഒരു ശൈത്യകാല കൊടുങ്കാറ്റ് ആഞ്ഞടിക്കാൻ ഒരുങ്ങുകയാണ് എന്ന് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ബോംബ് സൈക്ലോൺ എന്ന് വിളിക്കുന്ന ഈ പ്രതിഭാസം നോർത്ത് കരോലിന മുതൽ ന്യൂ ഇംഗ്ലണ്ട് വരെയുള്ള പ്രദേശങ്ങളിൽ കനത്ത നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തും പ്രതീക്ഷിക്കാമെന്നാണ്. പേര് സൂചിപ്പിക്കുന്നപ്പോൾ തന്നെ ഒരു ബോംബായിരിക്കും ഈ കൊടുങ്കാറ്റ് വീശിയാൽ പൊട്ടാൻ പോകുന്നത് എന്ന ഭയം തന്നെയാണ്. ചുഴലിക്കാറ്റിന് സമാനമായ വേഗതയുള്ള കാറ്റ്, റെക്കോർഡ് തോതിലുള്ള മഞ്ഞുവീഴ്ച, അതിശൈത്യം എന്നിവ ഈ കൊടുങ്കാറ്റിൻ്റെ ഭാഗമായി ഉണ്ടാകും. തീരപ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം, ഗതാഗത തടസ്സങ്ങൾ, വൈദ്യുത ബന്ധം തകരാറിലാകൽ തുടങ്ങിയ ജീവഹാനി ഉണ്ടാക്കാൻ സാധ്യതയുള്ള വെല്ലുവിളികളെയാണ് അധികൃതർ ജനങ്ങൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ ബോംബ് സൈക്ലോൺ എന്ന് പരിശോധിക്കാം. ശാസ്ത്രീയമായി ബോംബോജെനിസിസ് അതായത് ബോഗോജെനിസിസ് എന്ന വിളിക്കപ്പെടുന്ന പ്രക്രിയയിലൂടെയാണ് ബോംബ് സൈക്ലോൺ രൂപപ്പെടുന്നത്. സാധാരണ കൊടുങ്കാറ്റുകളെ അപേക്ഷിച്ച് ഇവ വളരെ വേഗത്തിൽ ശക്തി പ്രാപിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു കൊടുങ്കാറ്റിൻ്റെ കേന്ദ്രഭാഗത്തെ വായു സമ്മർദ്ദം സെൻട്രൽ പ്രഷർ എത്രത്തോളം കുറയുന്നോ അത്രത്തോളം ആ കാറ്റ് ശക്തി ആർജിക്കും എന്നുള്ളതാണ്. 24 മണിക്കൂറിനുള്ളിൽ വായു സമ്മർദ്ദം ചുരുങ്ങിയത് 24 മില്ലി ബാർ എങ്കിലും കുറയുമ്പോഴാണ് അതിനെ ഒരു ബോംബ് സൈക്ലോൺ ആയി തരംതിരിക്കുന്നത്. ആർട്ടിക് പ്രദേശത്തു നിന്നുള്ള അതിശീതവായുവും സമുദ്രത്തിന് മുകളിലെ താരതമ്യേന ചൂടുള്ള വായുവും തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴാണ് ഇത്തരത്തിൽ അതിവേഗത്തിൽ സമ്മർദ്ദം കുറയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അക്യു വെതറിലെ കാലാവസ്ഥാ വിദഗ്ധനായ ബെൻസിന്റെ അഭിപ്രായത്തിൽ ഇത് അതിവേഗം തീവ്രത പ്രാപിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അക്ഷാംശ രേഖകൾക്കനുസരിച്ച് ഇതിന്റെ തീവ്രതയിൽ വ്യത്യാസം ഉണ്ടാകുമെങ്കിലും നാശനഷ്ടങ്ങളുടെ കാര്യത്തിൽ ഇത് ചുഴലിക്കാറ്റുകളോട് കിടപിടിച്ചു കിടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഈ ശൈത്യകാല കൊടുങ്കാറ്റ് അമേരിക്കയുടെ കിഴക്കൻ മേഖലയിലെ വലിയൊരു വിഭാഗം ജനങ്ങളെ ബാധിക്കും എന്നുള്ളതാണ്. ഈ സ്ഥലങ്ങളിലാകും കൊടുങ്കാറ്റിൻ്റെ ഏറ്റവും മാരകമായ ആഘാതവും അനുഭവപ്പെടുക. വിർജീനിയ ബീച്ച്, നോർഫോക്ക്, റാലി തുടങ്ങിയ നഗരങ്ങളിൽ 6 മുതൽ 12 ഇഞ്ച് വരെ കനത്ത മഞ്ഞുവീഴ്ചയും കാഴ്ച മറയ്ക്കുന്ന രീതിയിലുള്ള ഈ ബ്ലിസാൻഡ് അവസ്ഥയും ഉണ്ടായേക്കാം. ഔട്ടർ ബാങ്ക്സ് മേഖലയിൽ മണിക്കൂറിൽ 70 മുതൽ 80 മൈൽ വരെ വേഗതയിൽ കാറ്റടിക്കാനും കടൽക്ഷോഭം ഉണ്ടാകാനും സാധ്യത ഏറെയാണ്. ന്യൂയോർക്ക് സിറ്റിയിലും ഈ ഒരു അവസ്ഥ വന്നേക്കാം. ഈ വാരാന്ത്യത്തിൽ ന്യൂയോർക്കിൽ 3 ഇഞ്ചോളം അധിക മഞ്ഞുവീഴ്ചയുണ്ടാകാൻ സാധ്യത ഉണ്ട്. നിലവിൽ തന്നെ താപനില 0 ഡിഗ്രി ഫാരൻഹീറ്റിനും താഴെ പോകാൻ സാധ്യതയുള്ളതിനാൽ കൊടും തണുപ്പാണ് നഗരത്തെ കാത്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് മേഖലയും സൂക്ഷിക്കേണ്ടതുണ്ട്. ജനുവരി 30ഓടെ കൊടുങ്കാറ്റ് തെക്കുകിഴക്കൻ മേഖലയിൽ സജീവമാകും. താഴ്ന്ന പ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്കും മലയോര മേഖലകളിൽ മഞ്ഞുവീഴ്ചയ്ക്കും ഇത് കാരണമാകും. എപ്പോഴായിരിക്കും കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുക? കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് ജനുവരി 30-ന് തെക്ക് കിഴക്കൻ മേഖലയിൽ കൊടുങ്കാറ്റ് ആരംഭിക്കും. എന്നാൽ ജനുവരി 31-നായിരിക്കും ഇത് അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ശക്തി പ്രാപിക്കുക. ബോംബെ ജെനിസിസ് പ്രക്രിയയിലൂടെ ഏറ്റവും ഉയർന്ന വായു സമ്മർദ്ദം വ്യതിയാനം സംഭവിക്കുന്നതും അന്നായിരിക്കും. ഈ സമയത്ത് അതിശക്തമായ കാറ്റും മഞ്ഞുവീഴ്ചയും കാരണം പുറത്തിറങ്ങുന്നത് പോലും അപകടകരമായി മാറും. സാധാരണയായി ഇത്തരം സിസ്റ്റങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ രൂപപ്പെടുകയും അത്ര തന്നെ വേഗത്തിൽ കടന്നു പോവുകയും ചെയ്യുമെങ്കിലും അവ അവശേഷിപ്പിക്കുന്ന നാശനഷ്ടങ്ങൾ വളരെ വലുതായിരിക്കും. ബോംബ് സൈക്ലോൺ പോലെയുള്ള പ്രതിഭാസങ്ങൾ നേരിടാൻ അമേരിക്കൻ ഭരണകൂടം മുൻകരുതലുകൾ സ്വീകരിച്ചു കഴിഞ്ഞു. കനത്ത മഞ്ഞുവീഴ്ചയിൽ റോഡുകൾ കാണാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കാനാണ് നിർദ്ദേശം. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴാനും വൈദ്യുത ലൈനുകൾ തകരാറിലാകാനും സാധ്യത ഏറെയാണ്.
ജനങ്ങൾ മെഴുകുതിരികളും ടോർച്ചുകളും മറ്റ് അവശ്യ സാധനങ്ങളും കരുതണം. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ കടൽക്ഷോഭത്തിൽ സാധ്യതയുള്ളതിനായി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറേണ്ടി വരും. അതിവേഗം ശക്തി പ്രാപിക്കുന്ന ഈ ശൈത്യകാല കൊടുങ്കാറ്റ് വരും ദിവസങ്ങളിൽ അമേരിക്കയുടെ കിഴക്കൻ തീരത്തെ ജനജീവിതത്തെ സാരമായി തന്നെ ബാധിക്കുമെന്ന് ഉറപ്പാണ്. കാലാവസ്ഥാ വകുപ്പിന്റെ ഓരോ നിർദ്ദേശവും ഗൗരവത്തോടെ കണക്കാക്കണമെന്ന് അധികൃതർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. ഇനി നമുക്ക് അമേരിക്കയും ഇറാനും തമ്മിലുള്ള നീക്കങ്ങൾ കൂടി നോക്കാം. ഗൾഫ് മേഖലയിൽ വീണ്ടും യുദ്ധഭീതി പടർത്തിക്കൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള വാക്കുപോര് മുറുകുക തന്നെയാണ്. മുൻപെങ്കും കണ്ടിട്ടില്ലാത്ത വിധം പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ ഇറാൻ സൈന്യവും നിലപാട് കടുപ്പിച്ചുകൊണ്ടാണ് മറുപടി നൽകിയത്. ആ മറുപടിയിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. വേഗത്തിലുള്ളതും ശക്തവുമായ തിരിച്ചടി നൽകാൻ ഇറാൻ സായുധ സേന സജ്ജമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗചി പറഞ്ഞു. ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നതിനിടയിലാണ് അതേ നാണയത്തിലുള്ള ഇറാന്റെ മറുപടി. ഇറാനെതിരെ കര, കടൽ, ആകാശം എന്നിങ്ങനെ ഏതു മാർഗത്തിലൂടെയുള്ള ആക്രമണത്തിനും ഉടനടി ശക്തമായി തന്നെ മറുപടി നൽകാൻ കാഞ്ചികളിൽ വിരലമർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ധീരരായ സായുധ സേന സജ്ജരായി കഴിഞ്ഞു എന്നാണ് അബ്ബാസ് അരഗചി ബുധനാഴ്ച വൈകുന്നേരം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. അബ്ബാസിന്റെ വാക്കുകൾ ഏറ്റെടുത്തിരിക്കുകയാണ് അമേരിക്കയും. അതേസമയം ഇറാന്റെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക മിസൈൽ ആക്രമണം നടത്തിയാൽ മിഡിൽ ഈസ്റ്റിന്റെ ഭൂപടം തന്നെ മാറുന്ന രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഗൾഫ് മേഖലയിൽ അനിശ്ചിതത്വം ഉണ്ടാകുന്നത് ലോകത്ത് സാമ്പത്തിക പ്രതിസന്ധികൾക്കും വഴിവെക്കും. US ആക്രമണം ഉണ്ടായാൽ ഇറാന്റെ ഭാവി എന്താകുമെന്ന് സംബന്ധിച്ച് 5 പ്രധാന സാധ്യതകളാണ് ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്തത്. ഭരണമാറ്റമോ അതോ അരാജകത്വമോ? അമേരിക്കൻ ആക്രമണത്തിൽ ഇറാന്റെ കരുത്തുറ്റ സൈനിക വിഭാഗമായ റവല്യൂഷണറി ഗാർഡിന് കനത്ത ആഘാതമേറ്റാൽ ഭരണകൂടം തകർന്നേക്കാം. ഇത് ഒരു ജനാധിപത്യ മാറ്റത്തിന് വഴിയൊരുക്കുമെന്ന് അമേരിക്ക പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ലിബിയയിലും ഇറാഖിലും സംഭവിച്ചതുപോലെ രാജ്യം വലിയ ആഭ്യന്തര യുദ്ധത്തിലേക്ക് കൂപ്പുകുത്താനാണ് സാധ്യതയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുക അല്ലെങ്കിൽ എണ്ണവില കുതിക്കും. ലോകത്തെ എണ്ണ നീക്കത്തിന്റെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്ക് ഉപരോധിക്കാനായിരിക്കും ഇറാന്റെ ആദ്യ നീക്കം. കടലിടുക്കിൽ മൈനുകൾ വിരിച്ചും ഡ്രോണുകൾ ഉപയോഗിച്ചും കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തിയാൽ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരും. ഇത് ലോകരാജ്യങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയെ തകിടം മറിക്കും. തിരിച്ചടി ഗൾഫ് രാജ്യങ്ങളിലേക്ക് എന്ന ചോദ്യവുമുണ്ട്. US ആക്രമണത്തിന് മറുപടിയായി ഖത്തറിലും ബഹ്റൈനിലുമുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളെ ഇറാൻ ലക്ഷ്യമിട്ടേക്കാം. കൂടാതെ മേഖലയിലെ അമേരിക്കൻ സഖ്യകക്ഷികളായ സൗദി അറേബ്യയുടെയും മറ്റും എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെ ഡ്രോൺ ആക്രമണങ്ങൾക്കും സാധ്യത ഏറെയാണ്. അതുകൊണ്ടാണ് യുദ്ധത്തെ തടുക്കാൻ ഗൾഫ് രാജ്യങ്ങൾ സജീവമായി രംഗത്ത് വരുന്നത്. സൈനിക സ്വേച്ഛാധിപത്യം ഭരണകൂടത്തിന് ആഘാതമേറ്റാൽ സിവിലിയൻ ഭരണത്തിന് പകരം റവല്യൂഷണറി ഗാർഡ് നേരിട്ട് അധികാരം പിടിച്ചെടുക്കാനും ഇറാൻ ഒരു സമ്പൂർണ്ണ സൈനിക രാഷ്ട്രീയമായി മാറാനും സാധ്യതയുണ്ട്. വിട്ടുവീഴ്ചയുടെ പാത. ആക്രമണത്തിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായാൽ നിലനിൽപ്പിനായി ഇറാൻ ആണവ പദ്ധതികൾ ഉപേക്ഷിക്കാനും ചർച്ചകൾക്ക് തയ്യാറാകാനും സാധ്യതയുണ്ടെങ്കിലും ഇറാന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത് കുറവാണെന്നാണ് വിലയിരുത്തൽ. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെയും മിസൈൽ താവളങ്ങളെയും ഉന്നം വെച്ചുള്ള നീക്കങ്ങൾ അമേരിക്കൻ ആലോചനയുണ്ടെന്ന വാർത്തകൾ പുറത്തു വരുമ്പോഴും തങ്ങളുടെ വിരൽ കാഞ്ചിയിലാണെന്ന് ഇറാൻ സൈന്യം ആവർത്തിക്കുകയാണ്. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ് ഇപ്പോൾ ഗൾഫ് നാടുകൾ ഉള്ളത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം.